വൃത്തികെട്ട ടൈപ്പ് ഓഫ് ആൾക്കാർ നമ്മുടെ എല്ലാവരുടെയും ലൈഫിലുണ്ടാവും. എൻ്റെ ലൈഫിലും ഇതുപോലുള്ള 3-4 ടൈപ്പ് ഓഫ് വൃത്തികെട്ട ആൾക്കാരുണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇവരെ ആരും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ എൻ്റെ വീഡിയോ ഷെയർ ചെയ്തിട്ട് ഇവർ പറയാറുണ്ട് ഒരു പെണ്ണിന് കൊള്ളാവോ എന്നൊക്കെ പറയാറുണ്ട്. എൻ്റെ ലൈഫിൽ ഇതുവരെയും എനിക്ക് 25 വയസ്സായി, ഇതുവരെയും ഞാൻ ഒരു പെണ്ണിന് കൊള്ളാൻ പറ്റാത്തൊരു കാര്യങ്ങൾ ഞാൻ യൂട്യൂബിൽ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കാം, നിങ്ങളൊരു ഭാര്യ ആയിരിക്കലും ഒരു പെണ്ണായിരിക്കലും നിങ്ങൾ ചെയ്യാൻ പറ്റാത്ത തെറ്റുകൾ, എന്തെല്ലാം തെറ്റുകൾ നിങ്ങൾ സ്വയം ചെയ്തിട്ടുണ്ടെന്ന് സ്വയം ചോദിച്ചു നോക്കാം. എന്നിട്ട് വേണം എന്നെ കുറ്റം പറയാൻ വേണ്ടിയിട്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ഒരാളുടെ വീട്ടിൽ പോയിരുന്നിട്ടോ അല്ലെങ്കിൽ ഒരാളുടെ ഹാളിലോ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ ഒരാളുടെ ചെവിയിലോ അല്ല ഞാൻ പറയുന്നത്. എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ 100% എനിക്ക് സത്യമാണെന്ന് തോന്നിയത് കൊണ്ടും എൻ്റെ കയ്യിൽ തെളിവുള്ളത് കൊണ്ടും വേണ്ടപ്പെട്ട ആൾക്കാർ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ടത് കൊണ്ടും മാത്രമാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് 100% എനിക്ക് ധൈര്യത്തോടു കൂടിയാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഇല്ലാത്തതും ഉള്ളതുമായിട്ടുള്ള പരദൂഷണങ്ങൾ മറ്റുള്ളവരുടെ അടുക്കളയിലും മറ്റുള്ളവരുടെ ചെവിയിലും ചെന്ന് പറയുന്നത് പോലെയല്ല ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉംറ ഹജ്ജ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിയായ ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഉംറയല്ല 10,000 ഉംറയും ഹജ്ജും ചെയ്താലും അള്ളാഹു നിങ്ങൾക്ക് പുറത്ത് തരാൻ പോകുന്നില്ല. കാരണം ഒരാളെ പറ്റി ഇല്ലാത്തതാണ് നിങ്ങൾ പറഞ്ഞു നടക്കുന്നത്. അതും കാണാത്തതും ഇല്ലാത്തതും പറഞ്ഞു നടക്കുന്ന ആൾക്കാർ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താണെന്ന് പല പ്രസംഗങ്ങളിലും പല ഉസ്താദുമാരും പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ എത്ര ഉംറയും ഹജ്ജും ചെയ്തിട്ടും ഒരു കാര്യവും ഇല്ല. വേറൊന്നുമല്ല, ആ ഒരു പൈസ വെറുതെ പോക്കാണെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു പൈസ വെറുതെ പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പരദൂഷണമൊക്കെ ഒതുക്കി നാക്കൊക്കെ ഒതുക്കി മറ്റുള്ളവരുടെ കുറ്റമൊക്കെ പറയാണ്ട് സ്വന്തം കാര്യം നോക്കി സ്വന്തം മക്കളുടെ കാര്യം നോക്കിയിട്ട് ജീവിക്കുക. ഇതുപോലുള്ള ആൾക്കാരുടെ മക്കൾക്കോ മരുമക്കൾക്കോ അല്ലെങ്കിൽ മക്കളുടെ മക്കൾക്കോ ഒതുക്കാൻ പറ്റില്ല. കാരണം ഇവർ ഇങ്ങനത്തെ തരം പ്രത്യേകതരം സൃഷ്ടികളാണ്. കാരണം സ്വന്തം ജീവിതം ആകെ നശിച്ച് നാറാണക്കല്ലെടുത്തിട്ട് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള വിഷവിത്തുകളാണ് ഇങ്ങനെയുള്ള ആൾക്കാർ. അതായത് അവനവൻ്റെ ജീവിതത്തിൽ വേണമെങ്കിൽ അവനവൻ നാണം കെട്ട് നാറിയിട്ടായിരിക്കും നല്ല സമയത്തൊക്കെ ജീവിച്ചിട്ടുണ്ടാവാം. അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഇപ്പം ഇറങ്ങി തിരിച്ചേക്കുന്ന ആൾക്കാരാണ്.